കാലക്കേടിനൊരു പെണ്ണ് കെട്ടിപ്പോയാ പിന്നെ പെണ്ണിനെ പേണിപ്പെടുത്താൻ വല്ലാതെ പരിശ്രമമാണ്. ഞാൻ എന്ത് ചെയ്യും ഉസ്താദേ, മക്കളായി പോയില്ലേ, എന്നാ എന്നെ പെറ്റുപോയില്ലേ എന്നൊരു മോനും പറയണ കേൾക്കാൻ നമുക്ക് കഴിയണില്ല. മോനെ ഉമ്മ കഴിഞ്ഞിട്ടാടാ ഭാര്യയുള്ളത്, ഉമ്മാനെ ആദരിക്കാൻ കഴിയണോ? എല്ലാവരും എവിടെ പോയാലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. ഇന്നിന്റെ ഉമ്മമാര് നോക്കിക്കേ, നമ്മുടെ ഈ ഭാഗത്തെല്ലാം നാടൻ ഭാഗമാണ്. നമ്മുടെ മക്കൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിപ്പോയാൽ അവളുമായി ഒന്നുകിൽ വിദേശത്തല്ലെങ്കിൽ സിറ്റിക്കകത്താണ്. ആദ്യമൊക്കെ ഞായറാഴ്ചകളിൽ കൊണ്ടുവരാറുണ്ട് മക്കളെ ഉമ്മാനെ കാണിക്കാൻ. നിന്നെ കാണിച്ചില്ലെങ്കിൽ വേണ്ടടാ, ഉമ്മാക്ക് കാണാൻ താല്പര്യമില്ല. പക്ഷേ നിന്റെ കുഞ്ഞുമോനെ ചെറുമോനെ കാണാനാ വയസ്സുന്നവർ ആശിച്ചു പോകും. അവർക്ക് വല്ലാത്തൊരു ആനന്ദമാണത്. ആദ്യമൊക്കെ വരും, പിന്നെ മാസത്തിൽ ഒരിക്കയാകും. കാരണം പിന്നെ തടി കൂടിയിട്ടുണ്ടാവാം, കൊളസ്ട്രോൾ വന്നിട്ടുണ്ടാകാം. ഞായറാഴ്ചയുള്ള ആകെ ഉള്ള ഒരു ദിവസമാണ് ഞങ്ങള് മ്യൂസിയത്തിൽ പോയി ഒന്ന് നടക്കാൻ പറ്റണേ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊളസ്ട്രോളാണ്, മുട്ടുവേദനാണ്, ആകെ ഉള്ള ഒരു ഞായറാഴ്ചയാ ശങ്കമുഖത്തൊന്ന് നടക്കാൻ പറ്റണേ. അതുകൊണ്ട് ദിവസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഉമ്മാനെ മാസത്തിലോട്ട് തള്ളിവിട്ടാ ചില ആളുകൾ വിചാരിക്കും മാസത്തിലോ 6 മാസമോ കൂടുമ്പോ ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് വല്ലം മക്കാപ്പിച്ച തലയണയുടെ ഇടയിലൊന്ന് തിരികെ കയറ്റി പോയാൽ വലിയ കാര്യമായിരുന്നോ? ഒരിക്കലും ഇല്ലടാ. നിന്റെ പൊന്നുമോനെ കൊണ്ടുപോയി ഒന്ന് കാണിക്കുമ്പോ ഉമ്മാക്ക് കിട്ടുന്ന സന്തോഷത്തിലും അപ്പുറമല്ല ദുനിയാവിന്റെ പൈസ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. മാതാപിതാക്കൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാ. മുത്തുനബിക്കും മാതാപിതാക്കൾ വലിയ ഇഷ്ടമുള്ള കാര്യമാ. അള്ളാഹുവും പറഞ്ഞത് തന്നെയാണ്, മുത്തുനബിയും പറഞ്ഞത് തന്നെയാണ്. മാതാപിതാക്കളുടെ പൊരുത്തക്കേടിലാണ് അള്ളാഹുവിന്റെ പൊരുത്തക്കേടും കോപവുമുള്ളത്. അതിനാണ് നരകമുള്ളത്, അതിലാണ് സർവനാശമുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, എന്റെ വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, ജീവിതത്തിൽ വെള്ളമായിട്ട്